ഹായ്. നമ്മൾ ശ്രീലങ്കയിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇത്. നമ്മൾ ഇന്നലെ ഈ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. ഇത് കൊളംബോയ്ക്കകത്ത് തന്നെയുള്ളൊരു ഹോസ്റ്റലാണ്. ഇത് മറ്റേ ഹോസ്റ്റൽ വേൾഡ് എന്ന് പറഞ്ഞൊരു സൈറ്റ് വഴി ഞാൻ എടുത്തതാണ്. ഇതിന് ഏകദേശം പെർ ഡേ ഒരു 500 രൂപ ഇന്ത്യൻ മണി വരുന്നുണ്ട്. ഈ ഹോസ്റ്റൽ ഞാൻ കാണിക്കാം. ഹോസ്റ്റലിൻ്റെ അകവാണിത്. ഇതാണ് ടോയ്ലറ്റ് ഏരിയ. ഡോമി അതാണ് നമ്മുടെ എ സി ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡോം ബെഡ്. ഇതിന് ഏകദേശം 503 രൂപ അത്രയും വന്നിട്ടുണ്ട് ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇന്ത്യൻ മണി. കുഴപ്പമില്ല, ഒരു ദിവസത്തെ കംഫർട്ടാണ്. എ സി ഉണ്ട്, വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. ഹായ്. അപ്പം നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുക. അപ്പം ഇന്നലെ നമ്മളിവിടെ കഴിച്ച ഒരു ശ്രീലങ്ക റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഈ കാണുന്ന നമ്മൾ ഇന്നലെ താമസിച്ച നമ്മുടെ ഹോസ്റ്റലേ. ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ എല്ലാം വേസ്റ്റൊക്കെ ആയിരുന്നു. ഇത് രാവിലെ നോക്കിയപ്പോൾ ഇവരുടെ സർക്കാരിൻ്റെ വണ്ടി വന്ന് മൊത്തം തൂത്തുടച്ച് പോയേക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര വൃത്തിയുടെ കാര്യത്തിൽ ഇവന്മാർ ഭയങ്കര മിടുക്കന്മാരാണ്. ഈ ഹോസ്റ്റൽ കുറച്ചുള്ളിലാണ്, പക്ഷെ ഒരു കിലോമീറ്ററൊക്കെ നടക്കുവാണെങ്കിൽ സിറ്റിക്കകത്തോട്ട് അക്സസിബിലിറ്റി ഉണ്ട്. ഇത് ഇവിടുത്തെ വണ്ടി, ഇവിടുത്തെ വീടുകൾ കണ്ടു, സ്ട്രീറ്റിലെ വീടുകൾ. ഓട്ടോറിക്ഷയാണ് കേട്ടോ ഇവന്മാരുടെ ഒരു പ്രധാന ഈ വാഹന സൗകര്യത്തിൽ ഉപയോഗിക്കുന്നത്. ടുക് ടുക്ക് എന്നുള്ള പേര്. തായ്ലൻഡിലെ ടുക് ടുക്ക് പോലെ തന്നെ, പക്ഷെ അത്ര റേറ്റ് ഇല്ല. ഇവിടെ പിക്മി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ റാപ്പിഡോ പോലൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 2 വീലറും ഉണ്ട്, 4 വീലറും ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ വാഗണർ, സെലേറിയോ. ഈ സ്ട്രീറ്റിൻ്റെ അങ്ങേ അറ്റത്താണ് നമ്മൾ ഇന്നലെ കണ്ട റെസ്റ്റോറൻറ്റ്. നമ്മളിത് നടന്നങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് ആ കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇത് ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആണ്. ഇന്നിവിടെ പൂയ ഡേ എന്ന് പറഞ്ഞ എല്ലാ മാസത്തിലും ഒരു ദിവസം പൂയ ഡേ ആയിട്ട് ഇവിടെ ആചരിക്കും. അപ്പം ഇന്നിവിടെ എന്താ അവധിയാണ്. അപ്പം പൂയ ഡേയുടെ അന്ന് മദ്യവിൽപ്പനയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ അകത്ത് ഫുഡുകൾ കാണിച്ചു തരാം. ട്വീറ്റ് ചിക്കനുണ്ട്, ബീഫുണ്ട്, കണവയുണ്ട്, ശ്രിംസ് ഉണ്ട്, ബീഫുണ്ട്, പോർക്കുണ്ട്, ചിക്കനുണ്ട്, ഓംലേറ്റ് ഉണ്ട്, ബുൾസൈ ഉണ്ട്. രാവിലത്തെ റൈസ് ഐറ്റം മഞ്ഞ റൈസ് ഉണ്ട്, വെള്ള റൈസ്, കുത്തരി, ഇടിയപ്പം, ബ്രെഡ്, പൊറോട്ടി പോലത്തെ ഒരു സാധനമുണ്ട്, റൊട്ടിയുണ്ട്. പിന്നെ ഇതെല്ലാം വെജിറ്റബിളിൻ്റെ സെക്ഷനാണ്. ഇതിനകത്ത് നമുക്ക് ഇന്നലെ എടുത്തപ്പോഴത്തേക്ക് 4 എണ്ണം വെച്ച് ഒരു ഫുഡിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള 4 എണ്ണം നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഇവരുടെ ഇതാണ് ഇവിടുത്തെ ഫുഡ് മെനു. ഈ അങ്കിളാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ. ഇത് യെല്ലോ റൈസാണ് നമുക്ക് വേണ്ടി എടുത്തേക്കുന്നത്. ഇത് ഫിഷിൻ്റെ ഒരു ഡിഷാണ്, 4 കൂട്ടം കറിയുണ്ട്. ഇത് വാങ്ങിച്ച് മേളിപ്പോയി കഴിക്കുകയാണ് പതിവ്. അപ്പോൾ ഇതാ ഇവരുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇത് ആൾക്കാർ കഴിച്ചിട്ട് പോയതൊക്കെ ഉണ്ട്. ഇതാ നമ്മുടെ ടേബിള്. ഇത് റൈസാണ് ഞാൻ എടുത്ത്. ഇതൊരു ഉണക്കമീൻ പൊടി പോലത്തെ ഒരു സാധനം. അപ്പുറത്ത് ക്യാരറ്റും സ്പിനാച്ചും, അപ്പുറത്ത് മത്തങ്ങ പംകിൻ, ഇപ്പുറത്ത് കടച്ചക്ക, ഒരു കഷ്ണം മീൻ. ഇതിന് ഇവിടുത്തെ റേറ്റ് വെച്ചൊരു 600 ശ്രീലങ്കൻ, അതായത് ഇന്ത്യൻ മണി ഒരു 200 രൂപ വരുന്നുണ്ട്. പക്ഷെ അത് ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ ഒരു പാക്കറ്റ് ലേസ് ചിപ്സ് വാങ്ങിച്ചപ്പോൾ ഇന്നലെ 330 രൂപ ഇവിടുത്തെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഫുഡിന് 600 രൂപയ്ക്ക് വലിയ നഷ്ടമായിട്ട് തോന്നുന്നില്ല. ഈ ഒരു ബോട്ടിൽ വെള്ളത്തിന് ഇവിടെ 100 രൂപയാണ് വില. അപ്പോൾ ഞാനിവിടെ കുപ്പിയും കൊണ്ടാണ് വരുന്നത്, കാലിക്കുപ്പി. ഇതുകൊണ്ട് ഇവിടെ ഒരു വാട്ടർ നമുക്ക് പിടിക്കാനുള്ള സാധനമുണ്ട്. അപ്പോൾ അത് പോയി കുപ്പി അവിടെ വെച്ച് വെള്ളം പിടിക്കുവാണെങ്കിൽ 100 രൂപ ലാഭിക്കാമല്ലോ. ഉള്ളതാവട്ടെ. അപ്പം ഫുഡ് കഴിച്ച് നോക്കാം. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക. ഇതാ ഇവരുടെ മീൻ കറി നോക്കട്ടെ. നമ്മുടെ മുളകരച്ച മീൻ കറി തന്നെയാണ്, പക്ഷേ
ഇതിന് വേറെന്തോ മസാലയൊക്കെ ചേർത്ത് വേറൊരു ടേസ്റ്റാണ്. ഇത് ഇവരുടെ കടച്ചക്കയാണ്. നോക്കാം. ഇതിനെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ സാധാരണ എല്ലായിടത്തും പോയാലും ഇങ്ങനെ കഴിക്കുന്ന ഫുഡ് ഇഷ്ടം പോലെ പല പല സ്ട്രീറ്റിൽ നിന്നും പല പല. പക്ഷെ ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. കാരണം തായ്ലൻഡിലൊന്നും ഒത്തിരി ഓവർ സ്പൈസ് ഒന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കര സ്പൈസിയാണ്, എരിവുണ്ട്. ഇതുപോലെ മത്തങ്ങയാണ്. മത്തങ്ങ കൊള്ളാം, നല്ല കറിയാണ്, മധുരമുള്ള കറിയാണ്. ഇത് ചീരയും ക്യാരറ്റും. പോരാ, ഇതിനകത്ത് കയ്പാണ് വരുന്നത്. പാവയ്ക്കയുടെ നീര് വിഴിഞ്ഞൊഴിച്ച പോലെ തോന്നുന്നുണ്ട്. ഇത് പാവയ്ക്കായും ഉണക്കമീനോട് ഇട്ടുള്ള പൊടിയാണ്, പക്ഷെ ഇതിലും കയ്പാണ്. പിന്നെ ഇവിടങ്ങളിലെല്ലാം രാവിലെ തന്നെ ചോറാണ് കൊടുക്കുന്നത് കൂടുതലും. ഇടിയപ്പമൊക്കെ ഉണ്ട്, എന്നാലും ഇവിടുത്തെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന കൂടുതലും ചോറാണ്. അപ്പോൾ ഈ ചോറുണ്ടിട്ട് ബാക്കി നമുക്ക് പുറത്തോട്ട് പോവാം. ഫുഡ് കഴിച്ച് ഇറങ്ങുക. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ മൈക്കിൻ്റെ ANC ഇത് നേരം ഓഫായിട്ട് കിടക്കുമായിരുന്നു. ഇനിയുള്ള മുമ്പ് കേട്ടതിനകത്തൊക്കെ വീഡിയോയ്ക്കകത്ത് ഓഡിയോ ക്വാളിറ്റി ചിലപ്പം മോശമായിട്ടായിരിക്കും തോന്നുന്നത്. നമ്മുടെ പാത്രം ഇതാതെ ഓരോ ആൾക്കാരൊക്കെ ഇത് ഇഷ്ടംപോലെ ഫുഡൊക്കെ വേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ മുടിഞ്ഞ വിലയായതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കഴിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത്. ബില്ല് കൊടുക്കാൻ വേണ്ടി പോവാം.